എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ പേടിച്ചിരുന്ന മറ്റവള് സാറിന് അടിച്ചോണ്ട് പോകും. അത് കേട്ടതും ദിയ ഞെട്ടലോടെ സിത്തുവിനെ നോക്കി. ആ നോക്കണ്ട, പേരൊന്നും അറിയില്ല എനിക്ക്. നമ്മുടെ സീനിയർ ഒരുത്തി സാറിൻ്റെ പിന്നാലെ ഓരോന്നും പറഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ പടച്ചോനെ. സിത്തു പറഞ്ഞു നിർത്തിയതും ദിയ നെഞ്ചത്ത് കൈവച്ചു. ആ അപ്പോ ആ കാര്യത്തിൽ തീരുമാനമായി അല്ലേ അനു? അതെ അതെ, അവള് സാറിനെയും കൊണ്ട് പോകൂ. ഇവള് നിരാശ കാമുകയായിരിക്കും. ഞാനും കൂടെ ഏറ്റുപിടിച്ചതും ദിയ ഞങ്ങളെ കലിപ്പിൽ നോക്കിക്കൊണ്ട് പോയി. ഈ പെണ്ണിന് ഇതൊന്ന് പറഞ്ഞൂടെ? സിത്തു ഇതും പറഞ്ഞ് ചിരിച്ചതും ഇവിടെ ചിരിച്ചു നിൽക്കാതെ വാ പെണ്ണേ, ഇല്ലെങ്കിൽ അവൾ ഇന്ന് കൊന്നത് തന്നെ. വേഗം ദിയയുടെ പിന്നാലെ ഓടി ക്ലാസ്സിൽ കയറി. അവളോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സാർ വന്നു. ഇടയ്ക്ക് നുള്ളിയും മാന്തിയും ദിയയുടെ പിണക്കമൊക്കെ മാറ്റി. അൻവർ സാറിൻ്റെ ക്ലാസ് ആയതും ഞങ്ങൾ പെണ്ണിനെ നോക്കിയപ്പോൾ സാറിനെ നോക്കി ഇരുന്ന് ആലോചിക്കുകയാണ്. ഡി ഇത് ക്ലാസ് ആടി പോത്തെ. ദിയയുടെ കയ്യിൽ തട്ടി പറഞ്ഞതും പെണ്ണ് ഡീസൻ്റായി. ഇൻ്റർവെൽ ആയതും പെണ്ണ് ഞങ്ങളുടെ ഇടയിൽ കയറിയിരുന്നു. എന്താടി? ഞാനേ സാറിനോട് പറയാൻ പോകാം. സീരിയസ്ലി? ആ എന്നാ പോയിട്ട് വാ, ഓൾ ദി ബെസ്റ്റ്. ദിയനെ സപ്പോർട്ട് കൊടുത്ത് പറഞ്ഞു വിട്ടു. എത്രയാന്ന് വെച്ചിട്ടാ ഇങ്ങനെ പറയാതിരിക്കുക? അതുകൊണ്ടാണ് പെണ്ണിനെ മൂപ്പിച്ച് വിട്ടത്. ദിയ ഇന്ന് എന്തായാലും അങ്ങേരോട് ഐ ലവ് യു പറയാൻ വിചാരിച്ച് നേരെ ഓഫീസ് റൂമിലോട്ട് പോയി. ചെറിയൊരു പേടി തോന്നിയെങ്കിലും ഇപ്പോൾ പേടിച്ചാൽ സിത്തു പറഞ്ഞ പോലെ തന്നെ നടക്കും എന്നതുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ട് നേരെ സാറിൻ്റെ അടുത്തേക്ക് പോയി. എന്താ? എന്നെ കണ്ടതും സാറ് ചോദിച്ചു. അത് പിന്നെ സാറിൻ്റെ ശബ്ദം കേട്ടതും പറയാൻ വന്നത് വിഴുങ്ങി. എന്തു പറയണം എന്നറിയാതെ പെട്ടുപോയി. എന്താടോ, എന്തേലും പറയാനുണ്ടോ? അത് ഉണ്ടല്ലോ സാറേ. ആ സമയത്ത് എനിക്കാണെ വിക്കും തുടങ്ങി. എന്താച്ചാ വേഗം പറ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ക്ലാസ് എടുത്തതിൽ? നോ സാർ, സാറിനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്, ലൈബ്രറിയിലുണ്ട്. ഇവിടെ എല്ലാ സാറുമാരുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് ബെറ്റർ എന്ന് തോന്നി. ഇതിനാണോ താൻ ഇങ്ങനെ കിടന്ന് വിക്കിയത്? താൻ പൊക്കോ, ഞാൻ പോയിക്കോളാം. ആ ഓക്കെ സാർ. അതും പറഞ്ഞ് വേഗം ലൈബ്രറിയുടെ അടുത്തേക്ക് പോയി നിന്നു. സാറ് വന്നിട്ട് ഉള്ളിലേക്ക് പോകാമെന്ന് കരുതി. സാർ വന്നു. അവിടെ ചുറ്റും നോക്കുന്നത് കണ്ടതും എനിക്ക് എന്തോ പേടി തോന്നി തുടങ്ങി. അവിടെ കാണാഞ്ഞിട്ട് പിന്നെ ബുക്ക് എടുത്ത് അവിടെ തന്നെ ഇരുന്നതും ആളെ വെയിറ്റ് ചെയ്യാനാകും എന്ന് തോന്നി. അവിടെയാണെങ്കിൽ മുഴുവൻ കുട്ടികളാണ്. ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്കൊന്നും ക്ലാസ് ഇല്ലേ? ഒക്കെ ക്ലാസ്സിൽ പൊക്കോ, ഇന്റർവെൽ ടൈം വായിച്ചാൽ മതി. ഞാൻ എങ്ങനെ എല്ലാത്തിനെയും പറഞ്ഞു വിടുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സാറ് തന്നെ ഓടിച്ചത്. ആരും ഇല്ലെന്ന് കണ്ടതും ഞാൻ മെല്ലെ സാറിൻ്റെ അടുത്തേക്ക് പോയി. എന്താ? അത് സാർ, എനിക്ക് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ. അത് സാർ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ പേടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ സാർ എന്നെ സംശയത്തോടെ നോക്കിക്കൊണ്ട് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അത് എന്താണേലും പറതിയ. സാർ ശാന്തമായി കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് കേട്ടാൽ ഒരു പൊട്ടിത്തെറി ഉറപ്പല്ലേ? സാർ, ഐ ലവ് യു. രണ്ട് കൽപ്പിച്ച് ഇരു കണ്ണുകളും അടച്ചു പിടിച്ച് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതും സാർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. വാട്ട്? സാർ, അന്ന് ഫ്രഷേഴ്സ് ഡേക്ക് എനിക്ക് കിട്ടിയ പണി പ്രൊപ്പോസലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതൊക്കെ സാറിന് ഓർമ്മ ഉണ്ടോ? ഞാൻ ചോദിച്ചതിന് ആകെ ഞെട്ടി നിന്ന സാർ അറിയാതെ തലയാട്ടി. അന്ന് ആ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടാണ്. അതൊക്കെ സാറിനെ മനസ്സിൽ കണ്ടാണ് പറഞ്ഞത്. ഐ ലവ് യു സോ മച്ച് സാർ. എൻ്റെ സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്താ പറയുന്നതെന്ന് വല്ല ബോധമോ അറിവോ ഉണ്ടോ? ഞാൻ തൻ്റെ സാറാടോ. ഞാൻ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് സാർ ഒച്ചയിട്ടതും പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ഞാൻ ഒരടി പിന്നിലേക്ക് നിന്നു. അതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാനൊക്കെ എനിക്ക് പറ്റും. ദിയ, ഇതൊക്കെ ജസ്റ്റ് ഇൻഫാക്ച്വേഷനാണ്. വേണ്ട സാർ, ഇത് തന്നെയാകും പറയാൻ പോകുന്നത് എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതെന്തായാലും എനിക്ക് കേൾക്കണ്ട. ഐ ആം സീരിയസ്. എൻ്റെ കഴുത്തിൽ ഒരു മഹർ വീഴുന്നുണ്ടെങ്കിൽ അതിൽ അൻവർ എന്ന പേര് കൊത്തി സാറ് തന്നെ ഇട്ട് തരണം എന്ന് തന്നെയാണ് എനിക്ക്. ഇൻഫാക്ച്വേഷൻ അല്ല ഇത്. ദിയ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. പോകുന്നുണ്ടോ താൻ? ഓരോന്നും പറഞ്ഞ് ഇറങ്ങിക്കോളും. ടൈം കളയാൻ. തന്നെയൊക്കെ പഠിക്കാനല്ലേ വിടുന്നത്? എന്നിട്ട് പ്രേമം, മണ്ണാങ്കട്ട, നോൺസെൻസ്.
അതും പറഞ്ഞലറിയതും എനിക്ക് അങ്ങ് ദേഷ്യം വന്നു. അതെ, എൻ്റെ പ്രേമത്തെ വല്ലാണ്ട് അങ്ങ് പുച്ഛിക്കേണ്ട. എന്നെ വിടുന്നത് പഠിക്കാൻ തന്നെയാണ്. ഞാൻ അത്യാവശ്യം പഠിക്കുന്നുമുണ്ട്. സാറിനൊക്കെ എന്തിനാ വിടുന്നത്? പഠിപ്പിക്കാനല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലുക്കിൽ വരണം. അല്ലാതെ ഇതുപോലെ ഒടുക്കത്തെ മൊഞ്ചുമായിട്ട് പെൺകുട്ടികളെ വഴിതെറ്റിക്കാനായിട്ട്. നിങ്ങൾക്കൊക്കെ ഒരു സോഡ കണ്ണാടിയും മുടി മൊട്ടയടിച്ച് കുറച്ച് കുടവയറുമായി അങ്ങനെയൊക്കെ ഒരു ലുക്കിൽ വന്നാൽ എന്തേലും പെൺകുട്ടികൾ നോക്കോ? ഇല്ല. അപ്പോൾ പ്രേമിക്കാൻ പാടില്ലെങ്കിൽ അങ്ങനെയൊക്കെ വരണം. അല്ലാതെ എന്നെ കുറ്റം പറയേണ്ട മിസ്റ്റർ. ഞാൻ ഒറ്റ വലിക്ക് പറഞ്ഞു നിർത്തിയതും സാർ അന്തം വിട്ടു നിന്നു. പിന്നെ പ്രേമിച്ച് നടക്കൊന്നും വേണ്ട. എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി ഉപ്പയോട്. ഒന്ന് പോയി തരുവോടോ. അതും പറഞ്ഞ് ഒച്ചയിട്ടതും ഞാൻ വേഗം പോന്നു. തിരിഞ്ഞു നോക്കിയതും നെറ്റി തടവിക്കൊണ്ട് ടെൻഷനായ പോലെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ അവിടെ നിൽക്കാതെ വേഗം ക്ലാസ്സിലേക്ക് ഓടി. അങ്ങനെ അവസാനം ഇഷ്ടം തുറന്നു പറഞ്ഞു. ദിയ വന്ന് സാറിനോട് പറഞ്ഞതും മറ്റും പറഞ്ഞതും സിത്തു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതെ, പെണ്ണിൻ്റെ നാണം കണ്ടോ? അതും പറഞ്ഞ് മറ്റേ സൈഡിൽ നിന്ന് ഞാനും കെട്ടിപ്പിടിച്ചിരുന്നു. ഇതാണോടി കോപ്പേ നാണം? പെട്ടെന്ന് ദിയ ചൂടായതും ഞങ്ങൾ സൈലൻ്റായി. എൻ്റെ മുഖത്ത് നാണാണോടി കാണുന്നത്? സത്യത്തിൽ പെണ്ണിൻ്റെ മുഖത്ത് പേടി മാത്രമുള്ളൂ. അത് കണ്ടതും അറിയാതെ ചിരി പൊട്ടി. ഡി കുരുപ്പുകളെ, ചിരിക്കാതെ. ഏയ് ഇല്ല എടി, എനിക്കെന്തോ പേടി തോന്നുന്നു. ദിയ സങ്കടം പോൽ പറഞ്ഞതും അതിനി സാറിൻ്റെ ബിഹേവ് എന്താകുമെന്ന പേടിയിലാണെന്ന് മനസ്സിലായതും ഞാനും സിത്തുവും കൂടെ പെണ്ണിന് ഓരോന്നും പറഞ്ഞ് മൂട് മാറ്റി. അപ്പോൾ വാ, ഏട്ടന്മാരോട് പറയണ്ടേ ഇത്? ദിയ ഒന്ന് ഓക്കെ ആയി കണ്ടതും സിത്തു എണീറ്റു. സിദ്ധുവേട്ടൻ്റെ അടുത്ത് പോണമല്ലോ. ആലോചിച്ചിട്ട് ഒരു സ്വൈര്യക്കുറവ് തോന്നിയെങ്കിലും പിന്നെ അത് പുറത്ത് കാട്ടാതെ അവരുടെ കൂടെ പോയി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് അകലാൻ ശ്രമിക്കും തോറും എല്ലാവർക്കും ഒരു ഡൗട്ട് ഇട്ട് കൊടുത്തതുപോലെയാകും. അതെല്ലാം മൈൻഡിൽ നിന്ന് കളഞ്ഞു തന്നെയാണ് അവരുടെ അടുത്തേക്ക് പോയതും. മരച്ചുവട്ടിൽ തന്നെ അവരുണ്ടായിരുന്നു. നേരെ അവരുടെ അടുത്ത് ചെന്നിരുന്നു. ആഹാ, കറക്റ്റ് ടൈമാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ? ഏയ്, ഞങ്ങൾ ഇപ്പോഴാണ് ഫ്രീ ആയത്. അതെന്താ? ആഹാ, രാവിലെ പറഞ്ഞത് മറന്നോ? എൻ്റെ തലയ്ക്ക് ഒരു കൊട്ട് തന്നിട്ട് കിച്ചുവേട്ടൻ പറഞ്ഞപ്പോഴാണ് രാവിലെ ഇവർ പറഞ്ഞതൊക്കെ ഓർമ്മ വന്നത്. അത് ഓർമ്മ പോലുമില്ല. ഇതൊന്ന് വേഗം നിങ്ങളോട് പറയണമെന്ന് ചിന്തിച്ചേ ഉള്ളൂ. അതെന്ത് കാര്യം? ദിയ സാറിനെ പ്രൊപ്പോസ് ചെയ്തു. സിത്തു പറഞ്ഞതും മൂന്നാളും ഞെട്ടിക്കൊണ്ട് ദിയയെ നോക്കി. ശരിക്കും? ആന്നേ. പറ പറ പറ, കഥ പറ. ദിയ എല്ലാം വീണ്ടും പറഞ്ഞു. അതൊക്കെ കേട്ടതും കിച്ചുവേട്ടൻ, ആഹാ, ഇനിയിപ്പോ സാറിൻ്റെ മറുപടി ഉടനെ പ്രതീക്ഷിക്കാലോ. അറിയില്ല, ഞാൻ വേഗം പറയാനൊന്നും പറഞ്ഞില്ല. എന്തായാലും അങ്ങനെ വേണം. ഇഷ്ടം തോന്നിയ അത് മറച്ചു വെക്കാതെ വേഗം പറയണം. അല്ലാതെ ഒരുമാതിരി. കിച്ചുവേട്ടൻ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞതും അറിയാതെ എൻ്റെ നോട്ടം സിദ്ധുവേട്ടനിൽ പതിഞ്ഞു. ആളും എന്നെയാണ് നോക്കുന്നത് കണ്ടതും പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. കത്തിയടിച്ചിരിക്കുമ്പോഴാണ് കിച്ചുവേട്ടൻ്റെ ഫോൺ കരയുന്നത്. ഡിസ്പ്ലേയിലെ നെയിം കണ്ടതും ആളുടെ മുഖത്ത് ഒരു കള്ളച്ചിരി. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. ആ പറ. ആരാ ഏട്ടാ, ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ? ഏട്ടൻ്റെ മുഖത്തെ ഭാവം കണ്ടതും ഞാൻ ചോദിച്ചു. കീർത്തിയാകും, അല്ലാതെ ആരാവാൻ? സിത്തു പറഞ്ഞപ്പോൾ കീർത്തിയോ എന്ന മട്ടിൽ ഞാനും ദിയെ നോക്കി. ആഹാ, അത് നിങ്ങൾക്കറിയില്ലല്ലേ? ഇല്ലല്ലോ. ആരാത്? അത് ഈ കിച്ചുവിൻ്റെ ഭാവി വധു. പെട്ടെന്ന് സിദ്ധുവേട്ടൻ അതും പറഞ്ഞ് കിച്ചുവേട്ടൻ്റെ തോളിലൂടെ കൈയിട്ടു. ഓഹോ, ഇതുവരെ പറഞ്ഞില്ലല്ലോ. ദിയ പറഞ്ഞതും ഞാനും അതേ ഭാവത്തോടെ കിച്ചുവേട്ടനെ നോക്കി. അയ്യോ, അത് പറയാനുള്ള അവസരം ഇല്ലായിരുന്നല്ലോ. കിച്ചുവേട്ടൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞതും ഓഹോ ആയിക്കോട്ടെ, സ്റ്റോറിയൊക്കെ പറ. ലവ് സ്റ്റോറി കേൾക്കാനുള്ള ത്വര കൊണ്ട് ദിയ വേഗം ചോദിച്ചു. ആ, അതൊക്കെ പറയാം. ഇപ്പോൾ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. കിച്ചേട്ടൻ അതും പറഞ്ഞ് ഫോണിൽ ശ്രദ്ധിച്ചു. ഹലോ. ആ, കഴിഞ്ഞോ അവിടുത്തെ പരിചയപ്പെടുത്തൽ? ഇല്ലില്ല, ബാക്കി നീ വെച്ചിട്ട്. പിന്നെ എല്ലാവരും കൂടെ ആളോട് സംസാരിച്ചിരുന്നു. എന്നെയും ദിയേയും ഒക്കെ ആൾക്കറിയാം. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങാൻ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ആളോട് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ എന്തോ ഒരു ബന്ധം ഉള്ള പോലെ തോന്നി. നല്ലോണം പരിചയമുള്ള ആരോ ആയിട്ട്. എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നുമില്ല.
ഫോണിൽ നിന്ന് ശബ്ദം കേട്ടതും പിന്നെ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഇവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതെ കിച്ചു, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എന്താടി? അതല്ലേ പറഞ്ഞത് സർപ്രൈസ് എന്ന്. അത് അപ്പോൾ അറിയാം. എന്നാ വേഗം തായോ. ആ നോക്കാം. കീർത്തി, എല്ലാവർക്കും കൂടെയുള്ള സർപ്രൈസ് ആണോ അതോ കിച്ചുവിന് മാത്രമാണോ? സിദ്ധുവേട്ടൻ കളിയാലെ ചോദിച്ചു. ഓ സിദ്ധുവേട്ടാ, എല്ലാവർക്കും കൂടെ ഉള്ളതാ. ആ എന്നാ മതി. അപ്പോൾ ശരി, കുറച്ചേ പണിയുണ്ടേ. കീർത്തി അതും പറഞ്ഞ് വേഗം കട്ട് ചെയ്തു. ഇനി പറ ലവ് സ്റ്റോറി പറ. ഓഹ് എന്താ ആക്രാന്തം. ചുമ്മാ. ഞാൻ അതും പറഞ്ഞ് ആള് പറയുന്നത് കേൾക്കാൻ റെഡി ആയിട്ട് അങ്ങോട്ട് ഇരുന്നു. ഞങ്ങളുടെ അമ്മായിയുടെ മോളാണ് കീർത്തി. ചെറുപ്പം തൊട്ടേ അവൾക്ക് എന്നോടൊരു ചായവ് ഉണ്ടായിരുന്നു. കുറച്ച് വലുതായപ്പോൾ എനിക്കും ഒരിഷ്ടം തോന്നി. പിന്നെ അങ്ങോട്ട് പ്രണയിച്ചു. കസിനാകുമ്പോൾ വീട്ടിൽ സമ്മതിച്ചോ? ഒരു സംശയം തോന്നിയതും അങ്ങ് ചോദിച്ചു. അതുകൊണ്ടാണല്ലോ അവളിപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്നത്. യു മീൻ? കാര്യം മനസ്സിലാവാതെ ഞാൻ കിച്ചുവേട്ടനെ നോക്കി. അതായത് രമണ +2 കഴിഞ്ഞപ്പോൾ വീട്ടിലറിഞ്ഞു. സോ ഇനി ഒരുമിച്ച് നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അവളെയും കൊണ്ടുപോയി. ഓഹോ, അപ്പോൾ നിങ്ങളൊക്കെ ഒരുമിച്ചാണോ പഠിച്ചതൊക്കെ? നല്ല ആകാംക്ഷ തോന്നിയതും കൊണ്ട് വീണ്ടും ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഏയ്, +1 +2 ഒരുമിച്ചായിരുന്നു. എന്താ അനു, കഥ കേൾക്കാൻ ഇത്ര ഇഷ്ടമാണോ നിനക്ക്? അതരണേട്ടാ, ഇഷ്ടമൊക്കെയാണ്. പിന്നെ എനിക്കെന്തോ പരിചയം പോലെ കീർത്തിയെ. ഉള്ളിലുണ്ടായ ചിന്ത അങ്ങോട്ട് പറഞ്ഞു. അത് കീർത്തിയുടെ സ്വഭാവം കൊണ്ട് തോന്നിയതാവും. ഒരുപാട് പരിചയമൊന്നും വേണ്ട അവൾക്ക് പൊട്ടിത്തെറിക്കാൻ. സിദ്ധുവേട്ടൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാകും എനിക്ക് തോന്നിയതെന്ന് കരുതിയിരുന്നു. പിന്നെയും കുറേ നേരം അവിടെ കത്തിയടിച്ചിരുന്നു. സമയമായതും ഹോസ്റ്റലിലേക്ക് പോയി. കഴിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി ഞാനും ദിയയും റൂമിന് പുറത്തിറങ്ങി. ദിയ അവളുടെ വീട്ടിൽക്കും ഇക്കാക്കമാർക്കും ഒക്കെ വിളിച്ചു. ഞാൻ അമ്മയ്ക്കും രാമച്ചനായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ചു കേട്ടോ. രാമച്ചൻ്റെ സ്നേഹം കിട്ടാനൊക്കെ എന്തു ഭാഗ്യമാണ് ഞങ്ങൾ ചെയ്തതെന്നറിയില്ല. അച്ഛൻ്റെ പ്രാർത്ഥനയായിരിക്കും ഇവരുടെ കയ്യിൽ ഞങ്ങൾ എത്തിപ്പെട്ടത്. നന്ദനെ ഇവിടെ വെച്ച് കണ്ടതൊന്നും അവരോട് പറഞ്ഞില്ല. വെറുതെ അവരെയും കൂടെ പേടിപ്പിക്കേണ്ട എന്ന് തോന്നി. എന്നാലും അമ്മയ്ക്കൊക്കെ പറയാനുള്ളത് ശ്രദ്ധിക്കണം, എവിടേക്കും പോകാനൊന്നും നിൽക്കേണ്ട എന്നൊക്കെയാണ്. എല്ലാം തന്നെ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് നിന്നു. കോള് കട്ടാക്കി ചെന്നതും ദിയ ആലോചനയിൽ മുഴുകിയിരിപ്പാണ്. എന്താ പെണ്ണേ? ദിയെ തട്ടി വിളിച്ചതും പെണ്ണൊന്നുമില്ല എന്ന് പറഞ്ഞു കിടന്നു. പിന്നെ ഒന്നും ചോദിക്കാതെ ഞാനും ബെഡിൽ കയറി. അപ്പം തന്നെ ദിയ പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു. എന്താടി? അനു പറയടി. അത് ഉമ്മാടൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ സങ്കടം പോലെ. പറഞ്ഞു തുടങ്ങിയതും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്തിന്? അത് അവരോടൊക്കെ ചതി ചെയ്യുന്ന പോലെ. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അൻവർ സാറിൻ്റെ കാര്യമാണെന്ന് മനസ്സിലായി. എടി പൊട്ടി, പ്രണയിച്ച് നടക്കുന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇഷ്ടം സാറിനോട് പറഞ്ഞു. അതിനി സാർ ഓക്കെ പറഞ്ഞാൽ ആദ്യം വീട്ടിലല്ലേ പറയുക? ആ എന്നാലും എനിക്കെന്തോ ഒരിതും വേണ്ട. മര്യാദയ്ക്ക് ഉറങ്ങാൻ നോക്ക്. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിച്ച് പ്രാന്താക്കാതെ. വീട്ടിൽ പറയാത്തതിൻ്റെ സങ്കടം പെണ്ണിന് നല്ലോണം ഉണ്ടെന്നറിയാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂടെ കൂടിയാൽ കരയാൻ മാത്രമേ സമയം കിട്ടൂ. അതൊക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാലുള്ളൂ പെണ്ണൊന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ ഒക്കെ പറഞ്ഞപ്പോൾ പെണ്ണ് അടങ്ങിക്കിടന്നുറങ്ങി.